ഹലോ ഹായ്, നമ്മളിതാ ഞണ്ടിനെ പിടിക്കാൻ വേണ്ടി പോവുകയാണേ. ഇന്ന് നമ്മളെടുത്തിരിക്കുന്നത് കോഴിയുടെ കാലും പിന്നെ കോഴിയുടെ തലയാണ് കേട്ടോ. അപ്പോൾ നേരെ ഞാൻ കടയിൽ പോയി വാങ്ങിച്ചതായിരുന്നു. ഇനി ഇതുമായിട്ട് നമുക്ക് നേരെ പോവാം കേട്ടോ. മീൻ പിടിക്കുന്നത് ഞണ്ടിനെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നന്നായിട്ട് ഞണ്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം കേട്ടോ, കാരണം നല്ല തണലുണ്ടല്ലോ. പിന്നെ വെള്ളം ചെറുതായിട്ട് കുറഞ്ഞ് വന്നിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. കുഴപ്പമില്ല, നല്ല സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഞാനിതാ കോഴിയുടെ തല എടുത്തിരിക്കുകയാണ്. പിന്നെന്താ ഒരു ഫ്ലോപ്പ് വന്നു വെച്ചാൽ ഞാനത് അടിപൊളിയായിട്ട് എടുത്ത് കെട്ടൊക്കെ ചെയ്ത് ലെമോണാട്ടോ വീടെടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഒരു കല്ല് വെക്കണം എന്ന് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഞാൻ ഈ ഒരു ചെറിയൊരു എന്താ പറയുക പൈപ്പുള്ളത് കൊണ്ട് കല്ലൊന്നും വെക്കണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൂടുതൽ ചെണ്ട കിട്ടുമല്ലോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഹാപ്പിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ടൈറ്റായിട്ട് ചുണ്ടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ഈ ഒരു ഇതിട്ട് ടൈറ്റായി കെട്ടിയതിന് ശേഷം ഇട്ടിട്ടോ ഇട്ട പാട് നോക്കിയേ അതത് പൊന്തി കിടക്കുന്നത്. നമുക്ക് പൊന്തി കിടന്നിട്ട് കാര്യമില്ല. ഞണ്ടിന് എപ്പോഴും ഈ ഇര എന്ന് പറഞ്ഞാൽ താഴത്ത് ഞാൻ നിൽക്കണം, എന്നാലേ അവരത് വലിക്കുള്ളല്ലോ. മീൻ പോലല്ലല്ലോ. അപ്പോൾ നമ്മളത് വലിയൊരു കല്ലെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. വലിയ തലല്ലേന്ന് വെച്ചാൽ വലിയൊരു കല്ലൊക്കെ കെട്ടിയിട്ട് ഞാൻ ഇട്ടിട്ടാ. അടുത്ത അടിപൊളി കോമഡി, കാരണം കല്ല് താഴ്ന്നു പോയി, മറ്റേ ഭാഗത്തെ പൊന്തി പിന്നെ. അപ്പോൾ മോളാണെങ്കിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഞാനത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി കിട്ടുന്നുണ്ട്. ഈ ചോരയുടെ സ്മെല്ലാകുമ്പോൾ പെട്ടെന്ന് പിടിക്കല്ലോ വെച്ചിട്ട് വാളി. അടുത്തായിട്ട് നമ്മളിത് ആ കോഴിയുടെ കാലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഇതും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് താഴ്ന്ന് പോകുമോ എന്നുള്ളത് കേട്ടോ. പക്ഷേ ഇതെന്തോ കുഴപ്പമില്ലാതെ താഴ്ന്ന് പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇട്ടപാടെ താഴെ പോയി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ടെൻഷനില്ല. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇറച്ചി അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞണ്ട് പിടിച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് കിട്ടില്ല. മറ്റേതാകുമ്പോൾ അവരിങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും, അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലോ ഞണ്ടിനെ. ഇത് കാല് നമ്മളോട് വലിക്കുമ്പോൾ തന്നെ അവർ വിട്ടു പോകാറാണ്. അപ്പോൾ അത് ഞണ്ട് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വലിച്ചപ്പോഴത്തേനും അത് പോയി. ഞണ്ടിൻ്റെ കാലിൻ്റെ ഒരു ഫ്ലോപ്പ് എനിക്കതാ തോന്നിയത്, കാരണം ഇറച്ചില്ലാത്തതുകൊണ്ട് അതിന് കിട്ടുന്നില്ല. പിന്നെ ഒരെണ്ണം നമുക്ക് എങ്ങനെയോ കിട്ടിയിട്ടാ. ആ ഒരു ചെറുതായത് കൊണ്ട് തന്നെ നമുക്കതിനെ ഒഴിവാക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു. കുറേ തവണ നമ്മൾ ശ്രമിച്ചിട്ടാ, പക്ഷേ സംഭവം കടിക്കുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പിടിച്ചു തരാൻ. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. മുപ്പയാളാകുമ്പോൾ നാക്കിൽ നമുക്കത് പിടിച്ചു തരുമല്ലോ. എനിക്കതാണെങ്കിൽ അതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളാ കിട്ടിയ ചെറിയ ഞണ്ടിനെ നമ്മൾ കളയുകയാണ് കേട്ടോ. അത് പോയിക്കോട്ടെ, കാര്യമില്ലല്ലോ. ഓൾറെഡി ഞാൻ വിചാരിച്ചിരുന്നു ഇനി കിട്ടുന്ന ചെറിയ ഞണ്ടിനൊക്കെ കളയണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ആ ബക്കറ്റ് അവിടെ വെക്കുമ്പോൾ മറ്റാൾ തീർക്കുന്ന പിന്നെയും കയറുകയാണ്. അങ്ങനെ നമ്മൾ ആ പാലത്തിൻ്റെ സൈഡിലായിട്ട് കൊണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതാ പിന്നെയും കയറ്റിയിട്ട് പാലത്തിൻ്റെ സൈഡിലായിട്ട് കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് സാമ്പ്രട്ടി, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് സാമ്പ്രട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് എന്നെ ഭയങ്കര അടി, കാരണം ഇനി എൻ്റെ അമ്മച്ചി ചെറിയ ഞണ്ടിനെ പിടിക്കണം കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിക്കണ ആൾ ഇടന്നിട്ട് ഭയങ്കര കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു ആളെ. അങ്ങനെ നമ്മളിത് ആ ചെറിയ ഞണ്ടിനെ കളഞ്ഞിരിക്കുകയാണ്. ആളിത് മെല്ലെ ചാടിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒഴിഞ്ഞ ബക്കറ്റുമായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കുഴപ്പമില്ല, എന്നാലും അടുത്ത ദിവസം നമുക്ക് നോക്കാം അല്ലേ.